വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടമ്മ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചു. മനുഷ്യന്റെ ചുറ്റുമുള്ള ഓറ നോക്കിയാൽ അവരെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചും ഫലങ്ങളും അറിയാമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ പറഞ്ഞു അറിയേണ്ടവർക്ക് അറിയാൻ കഴിയും, അത് സത്യമാണ്. അപ്പൊ എന്റെ ഭാവി എന്താവും? മറുപടി പറയാതെ ഞാൻ വിഷയം മാറ്റി. അത്തരം കാര്യങ്ങളാണ് ധന്യമീ ജീവിതത്തിൽ പറയാമല്ലോ. എന്ത് ഭാവി അവർക്ക് പറയാനുള്ളത്? പഠിച്ചിട്ടുണ്ട്, ഉദ്യോഗം കിട്ടി, 60,000 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്, മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു, മകൾക്ക് മക്കളുണ്ട്, മകൻ വിവാഹിതനാണ്, മകൻ ഇപ്പൊ പെൻഷനാവാൻ ആയിരിക്കണു, പെൻഷനായോ എന്ന് അറിഞ്ഞൂടാ, ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, വീടുണ്ട്, ബാങ്ക് ബാലൻസ്. സത്യത്തിൽ എന്താ അറിയാനുള്ളത്? ജീവിതത്തെക്കുറിച്ച് വെറുതെ ഒരു ടെൻഷൻ. ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ഫലം അറിയണം. ഈ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ കുറേ ഗ്യാപ്പ് കിട്ടുമ്പോ ഇതിനെപ്പറ്റി ഒരു പിടുത്തവും ഇല്ലാത്തവര് ഹസ്തരേഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഫലം തന്നു. അപ്പോഴേക്കും അവര് പ്രമാണികമാരാവും, 4-5 പേര് കേൾക്കാൻ നിൽക്കും. ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു നടൻ, അയാൾക്ക് ഹസ്തരേഖ അറിയില്ല, ഒന്നും അറിയാത്ത മണ്ടനാണ്, കൈ നോക്കി ബലം പറയുകയാണ്. അപ്പൊ പെൺകുട്ടികൾ അവർക്ക് ഭാവിയെ കുറിച്ചിട്ടുള്ള ഫലം അറിയാൻ താല്പര്യം ഉണ്ടാകുമായിരിക്കാം. ഒരാളെ പറഞ്ഞു തീർന്നിട്ട് കൈ കാണിക്കാൻ വേണ്ടി അവിടെ കൈ കാത്തു നിൽക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഒരു കാര്യം തീർച്ചയാണ്, ആദ്യം ഒരു കാര്യം തീർച്ചയാവണം. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? അത് തീർച്ചയാവണ്ടേ? പല കുട്ടികളോടും സംസാരിക്കുന്നു, എന്നിട്ടോ പരീക്ഷ പാസ്സാവണം. പരീക്ഷ പാസ്സായാൽ എന്ത് സംഭവിക്കും? ഉദ്യോഗം കിട്ടും. ഉദ്യോഗം കിട്ടിയാലോ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാലോ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം, വീട് വെക്കും. എന്നിട്ട് ഒടുവില് മരിക്കും. ജീവിത ലക്ഷ്യം എന്നുള്ളത് വളരെ ക്ലിയറാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. രാജ്യത്തിന്റെ ഭാവിയെ പറ്റിയൊക്കെ പറയാം. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഒറ്റ വാക്ക് പറയണം. അത് പറയാൻ കഴിയില്ല. ഇത് ചിന്തിച്ചത് വളരെ ചെറുപ്പത്തില് ഗവൺമെന്റ് ഓഫീസിൽ ഉദ്യോഗം കിട്ടുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു ആ ഒരു സാഹചര്യത്തിൽ പട്ടാമ്പി പോസ്റ്റ് ഓഫീസിൽ ഒരു പണി കിട്ടി. ഷോർട്ട് ഡ്യൂട്ടി ക്ലാർക്ക് എന്നിട്ടാണ് അതിന്റെ പേര്. ഒരു ദിവസം 2 രൂപ ശമ്പളം.
അപ്പൊ 30 ദിവസം ഉണ്ടെങ്കിൽ 60 റുപ്യ കിട്ടില്ല കേട്ടോ, 52 റുപ്യ കിട്ടുന്നു. ആ 52 വാങ്ങിയ ഓർമ്മയുണ്ട്. 52 റുപ്യ ഒരു മാസത്തെ ശമ്പളം. എന്റെ പഴയ ഡയറി കുറിപ്പില് ആ 52 റുപ്യ വാങ്ങിയ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കത്തുകൾ വരും, സോർട്ട് ചെയ്യലാണ് പണി. പെട്ടിയിലിട്ട കത്തുകൾ കിട്ടും. അത് സോർട്ട് ചെയ്യുമ്പോൾ ആ സോർട്ട് ചെയ്തൊരു രസമുള്ള പണിയാണ്. എനിക്ക് ആ പണി ഇഷ്ടമാണ്. പക്ഷെ ഒരു സംശയം, ചില അഡ്രസ് എഴുതിയിട്ടുണ്ടാവില്ല. അഡ്രസ് എഴുതാത്ത കത്ത്. അപ്പൊ മറുവശം തിരിക്കും, ഫ്രം എഴുതിയിട്ടുണ്ടാവും. ഫ്രം എഴുതിയാൽ ആ കത്ത് ആരയച്ചോ അവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ എങ്ങനെ അറിയില്ല, പണ്ട് അങ്ങനെയായിരുന്നു. ഫ്രം അഡ്രസ് ഉണ്ടെങ്കിൽ ആൾക്ക് അയക്കും. എപ്പോഴോ ഒരിക്കലും എനിക്ക് ഇതേമാതിരി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഫ്രം അഡ്രസ് ഉണ്ടായതുകൊണ്ട് അയച്ച എനിക്ക് തന്നെ കിട്ടിയ അനുഭവം ഉണ്ടായിട്ട്. അഥവാ ഫ്രം അഡ്രസ്സും ഇല്ല, ടു അഡ്രസ്സും ഇല്ലെങ്കിൽ ആ കത്ത് എവിടേക്കാ പോവുക എന്ന് ചിലപ്പോ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ഡെഡ് ലെറ്റർ ഓഫീസ് അവിടേക്ക് പോയി. ഫ്രമും ഇല്ല, ടു ഇല്ല. അവിടെ പൊളിക്കുന്നുണ്ടായിരിക്കാം. അവിടെ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ ജീവിതം ഒരു കത്ത് പോലെയല്ലോ. നാം ആവശ്യപ്പെട്ടിട്ടാണോ ജീവിതം കിട്ടിയത്? നമ്മൾ ആവശ്യപ്പെട്ടു. എനിക്കൊരു ജീവൻ തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. കാരണം ഓർമ്മ വരുമ്പോ തന്നെ ഒരു 3-4 വയസ്സായിട്ടല്ലേ ഓർമ്മ വരുന്നു. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വന്നു? ഫ്രം അഡ്രസ്സിനെ പറ്റി ഒരു പിടുത്തമില്ല. പിതാവിനെ കുറിച്ച് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും. സാഹിത്യകാരന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായി? അദ്ദേഹത്തിന്റെ പുത്രനായതാണെങ്കിൽ എല്ലാ പുത്രന്മാർക്കും ഒരേ സ്വഭാവം വരണ്ടേ? എല്ലാ പുത്രനും ഒരേ മാതിരിയല്ലല്ലോ. ഒരാളുടെ അഭിപ്രായമല്ലോ ഒരാൾക്ക്. ചുരുക്കത്തിൽ ഫ്രം അഡ്രസ് ഇല്ല. ഫ്രം അഡ്രസ് ഇല്ലാത്ത കത്തുകളാണ് എല്ലാവരുടെ ജീവിതവും. ഫ്രം അറിയില്ല. എന്നാലോ ടു അഡ്രസ് ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അന്ന് എനിക്ക് പരിചയമാണ്. കത്ത് കിട്ടിയ ടു ഉണ്ടെങ്കിൽ ഫ്രം അഡ്രസ് ഉണ്ടല്ലോ നോക്കില്ല, ടു നോക്കും. അങ്ങനെ ആർമി പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. APO എന്നാണ് എഴുതുക, ആർമി പോസ്റ്റ് ഓഫീസ്. അവിടുന്ന് സോർട്ട് ചെയ്യും. ടു അഡ്രസ് ഉണ്ടായതുകൊണ്ട് കത്ത് കിട്ടുന്നു. പക്ഷെ ടു അഡ്രസ് ഇല്ലെങ്കിൽ, നേര് പറഞ്ഞാൽ എത്രയോ പേർക്ക് ജീവിത ലക്ഷ്യത്തെ പറ്റി ഒരു ധാരണയുമില്ല. ഒരു ധാരണയും. വയസ്സ് എത്രയായി? 90. ജീവിത ലക്ഷ്യമാകാം. എന്താ ഇന്നിപ്പോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയോ? ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്ന് പോകണം. ജീവിത ലക്ഷ്യമാണ്. അവരെ അഭിനന്ദിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ഫ്രണ്ട് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇപ്പൊ 70 കഴിഞ്ഞു. മരണത്തെ ഭയം എനിക്കില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ്.
മരണഭയം ഇല്ല. അതൊക്കെ നല്ല കാര്യമാണ്. പൊതുവെ ചെറുപ്പത്തില് ഉദ്യോഗം കിട്ടുക, ശമ്പളം കിട്ടുക, അതൊക്കെ വേണം. ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. ആ ജീവിത ലക്ഷ്യമുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എവിടെ കത്ത് എത്തണമോ അവിടെ ആ കത്ത് എത്തും. ഭൂരിപക്ഷം പേർക്കും ഒരു ലക്ഷ്യവുമില്ല. അവര് രോഗിയായിരിക്കുമ്പോ അവരോട് ചോദിക്കുകയാണ് എന്തൊക്കെയാ ലക്ഷ്യം? എനിക്ക് അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല, എങ്ങനെ കഴിഞ്ഞുകൊണ്ടെന്നേ ഉള്ളൂ. കുറെ തിന്നണം, കുറെ കള്ളു കുടിക്കണം, ഇതന്നെ ലക്ഷ്യം. ഇത് വിട്ട് ജീവിതമാകുന്ന കത്ത് ഡെഡ് ലെറ്റർ ഓഫീസിലേക്ക് പോകാതെ കഴിക്കാൻ നാം ചിന്തിക്കേണ്ട കുറെ കാര്യമുണ്ട്. അതിന് അറിവുണ്ടാകണം. ആ അറിവ് എന്ന് പറയുന്നത് തത്വചിന്തയും. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയാണ്, തത്വചിന്തയും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ കടുകട്ടി കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് തല പുണ്ണാക്കാവുന്നില്ല. ഒരു ലക്ഷ്യബോധം എപ്പോഴും. ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടല്ലേ ഇടയ്ക്ക് ഗേറ്റൊക്കെ ചാടിക്കടന്ന് അലഞ്ഞിരുന്ന നായകള് വീട്ടിലേക്ക് വന്നു. അപ്പോ അവിടുന്ന് നമ്മുടെ ഒരു വടി എടുത്തിട്ട് അവരെ ആക്കും. എന്താ കാരണം? ആ നായകൾ പറഞ്ഞാൽ വിശേഷിച്ച് ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ വിശന്നിട്ട് വരിക എന്നും പറയാൻ കഴിയില്ല. വയറ് നിറച്ച് ഇടയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമൊന്നുമില്ല. മനുഷ്യരിൽ എത്രയോ പേര് ലക്ഷ്യബോധം ഇല്ലാത്തവർ. ഹിമാലയത്തിലെ സന്യാസിമാരിൽ നല്ല ലക്ഷ്യബോധം ഉള്ളവരുണ്ട്, വട്ടപൂജ്യം ആയവരുമുണ്ട്. ഇന്ന് ധന്യവിജയത്തിൽ ചിന്തിച്ചു. ഡെഡ് ലെറ്റർ ഓഫീസിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.